ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡർ. മുൻ വർഷത്തെ ഒരു LGS എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്നുള്ളത് ഇത് കമൻ്റായിട്ട് ഇടണേ. ഓരോ ക്വസ്റ്റ്യനും ചെയ്തു നോക്കിയതിന് ശേഷം. ക്വസ്റ്റ്യൻ നമ്പർ 1, ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, ചെന്നൈ. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ. 2, പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം. ഓപ്ഷൻ സി, മാഹി. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലമാണ് മാഹി. 3, ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണ്? ഓപ്ഷൻ ബി, ബ്രഹ്മപുത്ര. ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ബ്രഹ്മപുത്ര. 4, ഭാരതത്തിൻ്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം. 4 ഓപ്ഷൻ സി ആണ്, 2008 നവംബർ. ഭാരതത്തിൻ്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം 2008 നവംബർ മാസത്തിലാണ്. 5, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? 5 ഓപ്ഷൻ എ ആണ്, ഉത്തരായന രേഖ. 6, ഭ്രംശതാഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? ഓപ്ഷൻ ഡി, നർമ്മദ. ഭ്രംശതാഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി നർമ്മദ. 7, ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. 8, മധ്യപ്രദേശിലെ പന്ന ഖനികൾ എന്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധം? പന്ന ഖനികൾ എന്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധം? 8 ഓപ്ഷൻ എ, മധ്യപ്രദേശിലെ പന്ന ഖനികൾ വജ്രത്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധമായത്. 9, ഒരു ധാതു അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണം. ഓപ്ഷൻ ബി, രാസവള വ്യവസായം. 10, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഓപ്ഷൻ സി, ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. 11, ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം. ഓപ്ഷൻ ഡി, മുംബൈ സമ്മേളനം. 12, അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എവിടെ? 12 ഓപ്ഷൻ സി ആണ്, ധാക്ക. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ധാക്കയിലാണ്. 13, ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നായകൻ ആരാണ്? ഓപ്ഷൻ എ, സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളി സത്യാഗ്രഹം നയിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ. 14, ബാലഗംഗാധര തിലക് മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രം. ഓപ്ഷൻ ഡി, കേസരി. ബാലഗംഗാധര തിലക് മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രം കേസരി. 15, ഗദർ പാർട്ടി രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിൽ ആണ്? 15 ഓപ്ഷൻ ബി ആണ്, ലാല ഹർദയാൽ. ഗദർ പാർട്ടി രൂപീകരിച്ചത് ലാല ഹർദയാൽ. 16, 1961 സൈനിക നീക്കത്തിലൂടെ ഗോവ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ആരായിരുന്നു? 16 ഓപ്ഷൻ ബി, VK കൃഷ്ണമേനോൻ. 1961 സൈനിക നീക്കത്തിലൂടെ ഗോവ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി VK കൃഷ്ണമേനോൻ. 17, ദുർദേശ നന്ദിനി എന്ന ചരിത്ര നോവൽ എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ, ബങ്കിം ചന്ദ്ര ചാറ്റർജി. 18, ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് നിലവിൽ വന്ന വർഷം. 18 ഓപ്ഷൻ എ, 1956. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് നിലവിൽ വന്ന വർഷം 1956. 19, ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം. 19 ഓപ്ഷൻ ബി, നോയിഡ. ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം നോയിഡ. 20, രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല. 20 ഓപ്ഷൻ ഡി, വ്യവസായം. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് വ്യവസായത്തിനായിരുന്നു. 21, മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ്? 21 ഓപ്ഷൻ സി ആണ്, കെ ജയകുമാർ. 22, വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട പ്രസിദ്ധമായ സ്ഥലം. 22 ഓപ്ഷൻ ബി, മണ്ണടി. വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലം മണ്ണടി. 23, സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 23 ഓപ്ഷൻ ഡി, 1984. 24, പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? 24 ഓപ്ഷൻ സി ആണ്, വയനാട്.
പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാട്. 25 ശെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? 25 ഓപ്ഷൻ ബി കൊല്ലം. 26 മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? 26 ഓപ്ഷൻ എ കുറ്റ്യാടി. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി. 27 തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഓപ്ഷൻ ബി ഭാരതപ്പുഴ. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഭാരതപ്പുഴ. 28ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇല്ല. 29 സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ആര്? 29 ഓപ്ഷൻ ഡി ചട്ടമ്പിസ്വാമികൾ. സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പിസ്വാമികൾ. 30 മിശ്രഭോജനം നടത്തിയതിന് നേതൃത്വം നൽകിയ മഹാൻ ആര്? 30 ഓപ്ഷൻ സി ആണ് സഹോദരൻ അയ്യപ്പൻ. മിശ്രഭോജനം നടത്തിയതിന് നേതൃത്വം നൽകിയ മഹാൻ എന്നത് സഹോദരൻ അയ്യപ്പൻ. 31 ശ്രീലങ്കൻ തപാൽ പോസ്റ്റിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? 31ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ശ്രീനാരായണ ഗുരു. ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. 32 കേരളത്തിൽ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് ഏത്? 32 ഓപ്ഷൻ എ ആണ് കുന്നത്തൂർ. 33 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരം? 33 ഓപ്ഷൻ എ അഞ്ജു ബേബി ജോർജ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരം അഞ്ജു ബോബി ജോർജ്. 34 വി.ടി. ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം? ഓപ്ഷൻ സി ആണ് നമ്പൂതിരി. വി.ടി. ഭട്ടതിരിപ്പാട് നമ്പൂതിരി സമുദായത്തിലാണ് നവോത്ഥാന പരിഷ്കരണം നടത്തിയത്. 35 ഗാന്ധിജി വൈക്കത്ത് എത്തിയ വർഷം? 35 ഓപ്ഷൻ ബി ആണ് 1925. 27 കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഓപ്ഷൻ ബി കെ കേളപ്പൻ. കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി കെ കേളപ്പൻ. 37 വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ച സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ മഹാൻ ആരാണ്? 37 ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ. 38 ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിന്റെ ഒരു ശാഖ 1916 മലബാറിൽ ആരംഭിച്ചത്? 38 ഓപ്ഷൻ എ ആണ് കെ പി കേശവമേനോൻ. 39 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മലയാളി ആര്? 39 ഓപ്ഷൻ എ സി ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മലയാളി ഓപ്ഷൻ എ ആണ് സി ശങ്കരൻ നായർ. 40 അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി വെങ്ങാനൂർ. 41 ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്നാണ്? 41 ഓപ്ഷൻ ഡി ആണ് 2002 ജനുവരി 26. ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് 2002 ജനുവരി 26. 42 കണക്റ്റിംഗ് ഇന്ത്യ എന്ന് താഴെ പറയുന്നവയിൽ ഏതിൻ്റെ മുദ്രാവാക്യമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് BSNL. കണക്റ്റിംഗ് ഇന്ത്യ എന്നത് BSNLന്റെ മുദ്രാവാക്യമാണ്. 43 ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? 43 ഓപ്ഷൻ സി 1950 ജനുവരി 24. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് 1950 ജനുവരി 24. 44 മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഭാഗം 3. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം 3 ആണ്. 45 മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ സി 42ാം ഭേദഗതി. 46 ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ ആണ് 6. ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുടെ എണ്ണം എന്നത് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ 6. 47 കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇപ്പോഴത്തെ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇതിൽ കൊടുത്തിട്ടില്ല. വി ഹരിനായർ ആണ് കറക്റ്റ് ആൻസർ. 48 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ രാഷ്ട്രപതി. രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത്.
49. ഇന്ത്യയിൽ ലോകസഭാംഗമായി തിരഞ്ഞെടുക്കുവാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 49 ഓപ്ഷൻ ബി 25. ഇന്ത്യയിൽ ലോകസഭാംഗമായി തിരഞ്ഞെടുക്കുവാനുള്ള കുറഞ്ഞ പ്രായം എന്നത് ഓപ്ഷൻ ബി 25. 50. ഏത് ഭാഷയിലാണ് വന്ദേ മാതരം രചിക്കപ്പെട്ടിരിക്കുന്നത്? 50 ഓപ്ഷൻ സി ബംഗാളി. വന്ദേ മാതരം രചിക്കപ്പെട്ടിരിക്കുന്ന ഭാഷ ബംഗാളി. 51. ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കുള്ള സമ്മാനമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? 51 ഓപ്ഷൻ സി GSAT-9. ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കുള്ള സമ്മാനമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് GSAT-7. 52. 2015-16 വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ജില്ലാ പഞ്ചായത്ത് ഏതാണ്? 52 ഓപ്ഷൻ എ കൊല്ലം. 53. 2017 അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 53 ഓപ്ഷൻ ഡി ആണ് കാനഡ. 54. സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ ആരാണ്? 54 ഓപ്ഷൻ ഡി ആണ് VS അച്യുതാനന്ദൻ. അന്നത്തെ കാലത്താണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. 55. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? 55 ഓപ്ഷൻ ബി ആണ് ജോർജ് കുര്യൻ. 56. 2017 പ്രഥമ ONV പുരസ്കാര ജേതാവ് ആരാണ്? 56 ഓപ്ഷൻ ബി സുഗതകുമാരി. 2017 പ്രഥമ ONV പുരസ്കാര ജേതാവ് ഓപ്ഷൻ ബി സുഗതകുമാരി. 57. താഴെ പറയുന്നവരിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? 57 ഓപ്ഷൻ ഡി കമൽ. 58. താഴെ പറയുന്നവയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ്? 58 ഓപ്ഷൻ സി ഊർജിത് പട്ടേൽ. 59. സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? 59 ഓപ്ഷൻ സി ആർദ്രം. 60. 2017 അണ്ടർ-17 ഫുട്ബോൾ വേൾഡ് കപ്പിന് വേദിയായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ്? 60 ഓപ്ഷൻ എ ആണ് ഇന്ത്യ ആയിരുന്നു. 61. സസ്യങ്ങളിലെ ശ്വസനവാതകം. 61 ഓപ്ഷൻ സി O2. 62. ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷണം നടത്തുന്ന സസ്യം. 62 ഓപ്ഷൻ എ ആണ് മോണോട്രോപ്പ്. 63. സങ്കര ഇനം വെണ്ട ഏതാണ്? 63 ഓപ്ഷൻ സി സൽകീർത്തി. 64. റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യ ഇനം ഏത്? 64 ഓപ്ഷൻ ഡി ആണ് മുതിര. 65. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ. 65 ഓപ്ഷൻ ഡി ആണ് വൈറ്റമിൻ സി. 66. സസ്യങ്ങളുടെ വേര്, ഇല, തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്ന രീതി. 66 ഓപ്ഷൻ സി കായിക പ്രജനനം. 67. മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജ്യാവയവം ഏത്? 67 ഓപ്ഷൻ എ ആണ് വൃക്ക. 68. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിന്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്? 68 ഓപ്ഷൻ ബി ആണ് ചെറുകുടൽ. 69. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? 69 ഓപ്ഷൻ സി കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. 70. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതുലവണം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ സോഡിയം. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതുലവണം എന്നത് സോഡിയം. 71. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട ത്രികങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? 71 ഓപ്ഷൻ സി ഡൊബറൈനർ. 72. ബലത്തിന്റെ യൂണിറ്റ് ഏത്? ഓപ്ഷൻ ബി ന്യൂട്ടൺ. ന്യൂട്ടൺ ആണ് ബലത്തിന്റെ യൂണിറ്റ്. 73. ഇരുമ്പിന്റെ അയിര് ഏത്? 73 ഓപ്ഷൻ എ ഹേമറ്റൈറ്റ്. 74. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. 74 ഓപ്ഷൻ ഡി ആണ് വ്യാഴം. 75. ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജുള്ള കണം ഏത്? 75 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ പ്രോട്ടോൺ. ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജുള്ള കണം എന്നത് പ്രോട്ടോൺ. 76. ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ആൻസർ ഓപ്ഷൻ എ ആണ് ജോസഫ് പ്രീസ്ലി. 77. പ്രാഥമിക വർണ്ണമല്ലാത്തത് ഏത്? 77 ഓപ്ഷൻ സി ആണ് മഞ്ഞ. 78. സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെ ഉള്ള ശബ്ദത്തിന്റെ വേഗം എത്ര?
78 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 340 മീറ്റർ പെർ സെക്കൻഡ്. സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത 340 മീറ്റർ പെർ സെക്കൻഡ്. 79 ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിന്റെ അളവാണ് ഓപ്ഷൻ എ താപം. 80 രാസോർജം വൈദ്യുതോർജമാക്കുന്ന ഒരു ഉപകരണം ഏത്? 80 ഓപ്ഷൻ സി ബാറ്ററി. രാസോർജം വൈദ്യുതോർജമാക്കുന്ന ഒരു ഉപകരണമാണ് ബാറ്ററി. 81ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടിട്ട് മാത്സ് ആണ് വരുന്നത്. ഫസ്റ്റ് തന്നെ ബോർഡ് മാസ് ആണ്. 20 - 6 ഡിവൈഡഡ് 2 × 3. 81ാമത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് 11. 82 0.04 × 0.9 ഓപ്ഷൻ ഡി. ആൻസർ ഓപ്ഷൻ ഡി ആണ് 0.036. 83 1/5 ഡിവൈഡഡ് ബൈ 4/5. 83 ആൻസർ ഓപ്ഷൻ സി ആണ് 1/4. 84 12, 15, 20 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ. 84 ഓപ്ഷൻ എ ആണ് 60. 85 ആരോഹണ ക്രമത്തിൽ എഴുതുക. 3/4 1/4 1/2. കറക്റ്റ് ആൻസർ എന്നത് പറയുന്നത് ബി ആണ്. 1/4 1/2 3/4 എന്നതാണ് ആരോഹണ ക്രമം. 86 ചുവടെയുള്ള സംഖ്യകളിൽ പൂർണ്ണവർഗമല്ലാത്തത് ഏത്? 86 ഓപ്ഷൻ ഡി ആണ് 10. 87 ഒരു വ്യാപാരിയുടെ തുടർച്ചയായ 5 മാസത്തെ വരുമാനം 2000 രൂപ, 2225 രൂപ, 2300 രൂപ, 2100 രൂപ, 2200 രൂപ എന്നിങ്ങനെയാണ്. 6 മാസത്തെ ശരാശരി വരുമാനം 2250 ആണെങ്കിൽ 6ാം മാസത്തെ വരുമാനം എത്ര? 87ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ് 2675. 88 ഒരു 4000 രൂപക്ക് ഒരു സൈക്കിൾ വാങ്ങി 15% നഷ്ടത്തിൽ വിറ്റു എങ്കിൽ വിറ്റ വില എത്രയാണ്? 88 ഓപ്ഷൻ സി 3400. 89 √625/11 × 14 √25 × 11/√196. 89ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ് 5. 90 സമീർ 2000 മീറ്റർ ഓടുവാനായി 24 സെക്കൻഡ് എടുത്തു. സമീറിന്റെ വേഗത എത്രയാണ്? 90. ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ് 30 km/മണിക്കൂർ. 91 താഴെയുള്ള സമവാക്യം ശരിയാക്കുന്നതിന് പരസ്പരം മാറ്റേണ്ട 2 ഗണിത ചിഹ്നങ്ങൾ ഏതൊക്കെ? 91ാമത്തെ ക്വസ്റ്റ്യൻ 9 + 8 × 10 - 4 ഡിവൈഡഡ് 2 = 80. 91ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. പ്ലസും ഈ മൾട്ടിപ്ലിക്കേഷൻ്റെയും കൂടി ചിഹ്നമാണ് മാറ്റി കൊടുക്കേണ്ടത്. 92 വിട്ടുപോയ സംഖ്യ പൂരിപ്പിക്കുക. 1 4 9 16 -36 49 64. 92 ഓപ്ഷൻ സി ആണ് 25. 93 ഒറ്റയാനെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ് 8:33. 94 ശശിയുടെയും ബൈജുവിൻ്റെയും വയസ്സുകളുടെ തുക ബൈജുവിൻ്റെയും ഡേവിഡിൻ്റെയും വയസ്സുകളുടെ തുകയേക്കാൾ 12 കൂടുതലാണ് എങ്കിൽ ഡേവിഡിന് ശശിയേക്കാൾ എത്ര വയസ്സ് കുറവാണ്? 94 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ 12. 95 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 2 എത്ര പ്രാവശ്യം എഴുതും? 95 ഓപ്ഷൻ ഡി ആണ് 20. 96 ഒരു വരിയിലെ കുട്ടികൾ വാസുവിൻ്റെ സ്ഥാനം ഇടത്തുനിന്ന് 10ാമതാണ്, സാബു വലത്തുനിന്ന് 9ാമതും. ഇവിടെ സ്ഥാനങ്ങൾ പരസ്പരം മാറ്റിയാൽ വാസു ഇടത്തുനിന്ന് 15 ആകുമെങ്കിൽ വരിയിൽ എത്ര കുട്ടികളുണ്ട്? 96 ആൻസർ ഓപ്ഷൻ എ ആണ് 23. 97 2z 5 7y 7 14 x 9 23w 11 34v 13. 97ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് 98. 52.7 ഡിവൈഡഡ് ബൈ ഡാഷ് = 0.527. 98ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് 99. താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ തരംതിരിച്ചാൽ രണ്ടാമത്തേത് ഏത് സംഖ്യ? 99ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് 135. 100 ശ്രേണിയിലെ തെറ്റായ പദം ഏത്? 100ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് 5000. ഇത്രയായതോടെ നമ്മൾ 100 ക്വസ്റ്റ്യൻസ് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.